നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടനായിട്ടുള്ളൊരു വിഭവമാണ് കപ്പ വെച്ചിട്ട് കപ്പപ്പുട്ട്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് പച്ചക്കപ്പ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുപോലെ കപ്പ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നെടുകെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഞരമ്പുണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റി വെച്ചിരിക്കട്ടെ. രണ്ടായിട്ട് മുറിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഗ്രേറ്ററിൻ്റെ അകത്ത് ഇതുപോലെ വലിയ ഇതുണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ വലിയ പീസസ് ആയിട്ടാണ് വരേണ്ടത്. ഇത് ചിരകിയെടുക്കുമ്പോൾ വലിയ കണിയിൽ കൂടെ തന്നെ വേണം ചിരകാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ വലിയ പീസായിട്ടാണ് വരുന്നത്. കൂടാതെ ഇത് നല്ല വേകുന്ന കപ്പയായിരിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് ശരിയാവത്തുള്ളൂ. ഇപ്പോൾ ഇത് ചിരകിയതിന് ശേഷം ഇതൊരു 2 കപ്പ് ഉണ്ട് കേട്ടോ. ഇത് 250 ml ഒരു കപ്പാണ്. ഇനി ഇതിനെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കപ്പയിൽ നല്ലപോലെ കട്ടുണ്ടാകും. സാധാരണ കട്ട് കളയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കപ്പ പുഴുങ്ങിയതിന് ശേഷം ഊറ്റിയെടുക്കുമല്ലോ, അപ്പോഴാണ് ആ കട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഈ കട്ടൊന്ന് നന്നായിട്ട് കളയണം. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. കണ്ടോ, ഇത് നല്ലൊരു പാല് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ കട്ടാണ് ആ വരുന്നത്, ആ വെള്ള കളറിൽ. അത് നന്നായിട്ട് ഇതിങ്ങനെ കഴുകി പിഴിഞ്ഞ് തന്നെ എടുക്കണം നമ്മൾ. ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് മാറ്റാം. ഒട്ടും വെള്ളം വരാൻ പാടില്ല. വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലെ ഈ കട്ട് പോകുന്ന വരെ നമ്മളിതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. ഈ വെള്ള കളർ കഴിയുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിടിഞ്ഞ് തന്നെ എടുക്കണം കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം വെള്ളം ഒഴിക്കാം. രണ്ടാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്ക് ആ വെള്ള കളർ കുറച്ച് കുറഞ്ഞു. സെയിം അതുപോലെ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇതാക്കിയ ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ 4ാമത്തെ തവണ കേട്ടോ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഒഴിക്കുന്നത് പച്ചവെള്ളം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചിട്ട് കഴുകിച്ചാൽ മതി. ഇതാ ഇപ്പോൾ 4ാമത്തെ തവണയാകുമ്പോഴത്തേക്ക് ഇതിലെ കട്ടെല്ലാം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇപ്പം ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതൊന്ന് ഇങ്ങനെ വിരിയിച്ചിട്ട് കൊടുക്കാം. ഇത് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നതാണ്. ഇതിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/2 കപ്പ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കപ്പയിൽ വെള്ളമയം ഉള്ളത് കൊണ്ട് ആ വെള്ളം കൊണ്ട് ഇതൊന്ന് കുഴഞ്ഞു വന്നാൽ മതി കേട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങ. നല്ല ഫ്രഷ് തേങ്ങയാണ്. 4 ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, ഒരു നുള്ള് ജീരകം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഒരു ഞെരടി തന്നെ കുഴക്കണം കേട്ടോ. ഒരുപാട് കട്ടയായി പോകരുത്, നല്ല ഇങ്ങനെ ഉലർന്ന് തന്നെ കിടക്കണം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്, ഒരു വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർക്കാം. ഇത് ചേർക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ കപ്പയ്ക്ക് ഗ്യാസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ചേർക്കുന്നത്. ഒരെണ്ണമൊക്കെ ചേർത്തേച്ചാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് ഞെരടി തന്നെ ആക്കട്ടെ. എന്നാൽ മാത്രമേ നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ച് ചേർത്തിരിക്കുന്ന അതിൽ നിന്നൊക്കെ എല്ലാം ഒന്ന് ഇറങ്ങി വരത്തുള്ളൂ. ഇത് കണ്ടോ, ഈ പൊടി നല്ല ഉലർന്നാണ് കിടക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഉറപ്പിച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് ഉലർത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പുട്ടിൻ്റെ പൊടിയല്ലേ ചേർത്തേക്കണം, തരിയുള്ളതാണ്. അപ്പോൾ ആ പൊടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ സാധാരണ പുട്ടുകുറ്റിയിൽ പുട്ട് നിറയ്ക്കുന്ന പോലെ തന്നെ ഇത് നിറച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യമേ തേങ്ങ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം കേട്ടോ. തേങ്ങ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ചേർക്കാം. അപ്പം ഞാനിതിൻ്റെ അകത്ത് 2 പീസ് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒരു കുറ്റിയിൽ 2 പീസ് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ, പിന്നെ കപ്പ,
ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ. ഇത് അടച്ചു വെക്കാം. അപ്പോൾ ഞാനിവിടെ കുടത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം ഇത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പുട്ട് വേവിക്കുന്ന പോലെ അത്രയും എളുപ്പം ആകത്തില്ല. ഇത് കപ്പ ആയതുകൊണ്ട് കുറച്ച് കപ്പ ഒന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലപോലെ വേകുന്ന കപ്പ ചേർക്കാനായിട്ട്. അപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നല്ല വേകുന്ന കപ്പയാണെങ്കിൽ മാത്രം കേട്ടോ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കപ്പ എന്തായാലും വെന്തിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ പെട്ടെന്ന് തന്നെ വേകുന്നതാണ്. അപ്പോൾ ഞാനിത് മാറ്റണേ കേട്ടോ. അടിപൊളി, നല്ല മണമാണ്. അതിൻ്റെ അകത്ത് വെളുത്തുള്ളിയും ജീരകവും പിന്നെ ചെറിയുള്ളിയൊക്കെ ചേർത്തില്ലേ, അത് നല്ല മണമുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഇതാ ഇതുപോലെ ഇങ്ങനെ ആവി പറക്കുന്ന കപ്പപ്പുട്ട് കേട്ടോ. അത്രയും മാവ് വെച്ചിട്ട് എനിക്ക് 2 കുറ്റി പുട്ടാട്ടോ കിട്ടിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാത്. ഇതാ ഇത് മീൻ കറി അല്ലെങ്കിൽ ഇറച്ചിക്കറി ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ പിടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എന്നാ ടേസ്റ്റാണെന്നറിയോ. അത് ഭയങ്കര ടേസ്റ്റാട്ടോ ഈ സാധനം ഇങ്ങനെ കഴിക്കാനായിട്ട്. നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് കറി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കറി ഇല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ ഇട്ടിരിക്കുന്ന കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ട് കൂട്ടും. അപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന കപ്പ നല്ലപോലെ വേകുന്ന കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ വേകുന്ന കപ്പയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും സോഫ്റ്റും ആകുള്ളൂ, നല്ല ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കൂട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.